നമസ്കാരം, അമൃതാണ്. ഞാൻ 2 വൈപ്പർ സെറ്റ് വാങ്ങിച്ചു. ബോഷ് ക്ലിയർ അഡ്വാൻറ്റേജ് എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. 21 സൈസാണ്. സൈസിൽ ചെറിയ വ്യത്യാസമുണ്ട്, കുറച്ച് വലുതാണത്. എനിക്ക് തോന്നുന്നു ഒരു 8 ഒരു 10 വർഷമായിട്ട് ഈ ഒരു ബോഷിൻ്റെ ക്ലിയർ അഡ്വാൻറ്റേജ്, 10 അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് ആദ്യം ഇരുന്ന വണ്ടിയിൽ ഞാനിതായി യൂസ് ചെയ്തതാണ്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കർവേച്ചറാണ്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വെയിൽ കൊണ്ടിട്ട് പൊടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് വരാറില്ല. അപ്പോൾ ഇതതിൻ്റെ ചെറിയ ബ്ലേഡാണ്, 17 സൈസ്. ഇത് 21 സൈസ്. ഇതിന് 408. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 306. ഇത് ഓൺലൈനിൽ വാങ്ങിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലാഭമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി എമർജൻസി ആയിട്ട് വാങ്ങിക്കേണ്ടി വന്നതാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വൈപ്പർ ബ്ലേഡ്സ് ഇതായിരുന്നു. ഇത് ഏത് കമ്പനി എന്നുള്ളതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇടയ്ക്കൊരു ഓട്ടോമൊബൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. പെട്ടെന്നല്ല, ഏതാണ്ട് 1 ഇയർ യൂസ് ചെയ്തു. പക്ഷേ എങ്കിലും 1 ഇയറൊന്നും ലൈഫ് പോരാ ഇതിനൊന്നും. പിന്നെ ഇതിൽ ഈ ഒരു എയറോഡൈനമിക് ആയിട്ടൊക്കെയുള്ള ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ ഇത് അന്നേ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഒരു ഫൈബർ ഫ്രെയിമാണ്, മെറ്റൽ ഫ്രെയിം അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തുരുമ്പെടുക്കത്തില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഒക്കെ കണ്ടാണ് ഞാനിന്ന് ഇത് വാങ്ങിച്ചത്. പക്ഷേ എങ്കിലും ഇത് കൊള്ളത്തില്ല. എന്ത് ബ്രാൻഡാണെന്ന് അറിയത്തില്ല, ഞാൻ ആ ബ്രാൻഡിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നതും ഇല്ല. പക്ഷേ എങ്കിലും ഈ ഒരു കാര്യത്തിൽ ബോഷിനൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഇത് എങ്ങനെ പോയിരുന്നാലും ഒരു 5 വർഷം മിനിമം ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കിടക്കും. അത്ര നല്ല ബ്ലേഡ്സാണ് അതിനകത്ത്. പിന്നെ അഡ്വാൻറ്റേജ്, ഈ ക്ലിയർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രെയിമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ പോർഷനിൽ ഇതുപോലെ ഈ ഫ്രെയിം പ്രൊജക്റ്റഡ് ആയിട്ട് കാണത്തില്ല. ഇത് നല്ല പതിഞ്ഞ കണക്ക് ഗ്ലാസ്സിൽ ഒട്ടിയിരിക്കുന്ന കണക്കങ്ങ് ഇരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്യാം. മഴയുള്ളതുകൊണ്ട് എത്രത്തോളം സൗണ്ട് ഇതിനകത്ത് കിട്ടുമെന്ന് അറിയാമേ. നമുക്കിത് ആദ്യം ചേഞ്ച് ചെയ്യാം. ഇത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇത് ചേഞ്ച് ചെയ്യാൻ സിമ്പിളാണ്. ഇവിടെ ഒരു ലോക്കുണ്ട്. ലോക്ക് ഇളക്കി കഴിഞ്ഞ് ഇതുപോലെ പെട്ടെന്ന് ഇളക്കാം. ഇത് താഴെ ഒരു ലോക്കുണ്ട്. ഇങ്ങനെ വീഡിയോ എടുക്കാം. ഡബിൾ ലോക്കിങ് കണക്ടർ. ഇതിലും ലോക്കുണ്ട്. നമുക്ക് ആദ്യം ചെറുത് തന്നെ ഇടാം, അല്ലെങ്കിൽ വലുതിടാം. വലുതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അളവ് അറിയാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തമ്മിൽ തട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഇത് വാങ്ങിക്കുന്ന സമയത്ത് 2ൻ്റെയും ലെങ്ത് നോക്കി, കഴിവതും വണ്ടിയുടെ സെയിം സൈസ് വാങ്ങിക്കുന്നതാണ് നല്ലത്. വണ്ടിയിൽ കിടക്കുന്ന ആ ഒരു സ്റ്റോക്ക് സൈസ് വാങ്ങിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാനിതിപ്പോൾ ഒത്തിരി വലുതാണ് വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് ഇത്തിരി കൂടെ വലുത് വേണം എന്നുള്ളതുകൊണ്ട്, കുറച്ചും കൂടെ വൈഡായിട്ട് കവർ ചെയ്യണമെന്നുള്ളതുകൊണ്ട്. ഇതിനിവിടെ ശ്രദ്ധിച്ചറിയാം, ഈ ഒരു പാർട്ടൊക്കെ ഫൈബറാണ്, മെറ്റലല്ല. ഇവിടെ ഒരു ലോക്കുണ്ട്. കൂടാതെ ഇതിനൊരു ഇങ്ങനൊരു അഡീഷണൽ ലോക്കും കൂടെ ഉണ്ട്, ഒരു സേഫ്റ്റി ലോക്കും കൂടെ ഉണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് വളരെ സിമ്പിളാണ് ഇത് ഫിക്സ് ചെയ്യാൻ. ഇത് ലോക്കായി. ഇനി ഒരു അഡീഷണൽ സേഫ്റ്റി ലോക്കും കൂടെ ഇട്ടാൽ സിമ്പിളാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇത് നമുക്ക് നല്ല പെർഫെക്റ്റാണ് സാധനം. നല്ല ഡിസൈനിങ് ആണ്. ഇതിൻ്റെ റബ്ബറിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ കണ്ടാൽ അറിയാം. മെയ്ഡ് ഇൻ ചൈനയാണ്. ഇന്ത്യയിൽ വരുന്ന എല്ലാ സാധനങ്ങളും ചൈനയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. എത്ര വലിയ ബ്രാൻഡായിരുന്നാലും നിയർ ബൈ ഷിപ്പിംഗ് എന്നുള്ള കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. യെസ്, ഫിനിഷ്ഡ്. ഇത് തമ്മിൽ തട്ടുന്നതാണൊരു പ്രശ്നമാവുന്നത്. പക്ഷേ എങ്കിലും ഇവിടെ ഇപ്പോൾ ഈ ഒരു ബ്ലേഡ് തന്നെയാണ് ആദ്യം പോകുന്നത്, എന്നിട്ടാണ് ഈ ഒരു ബ്ലേഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെങ്ത് ഒരു ഇഷ്യൂ ആവത്തില്ല. ഇങ്ങനെ തട്ടിയിരിക്കുന്നത് കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോകുന്നുള്ളതുകൊണ്ട് തന്നെ തമ്മിൽ തട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഏകദേശം ഇത്രയും കർവേച്ചറിൽ ഇതാണ് കവർ ചെയ്ത് വരും. ഏകദേശം ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ല ക്ലിയർ ആവും. അത് ഇത് സ്റ്റോക്കായിട്ടുള്ള ബ്ലേഡാണ്. ഈ സ്റ്റോക്കായിട്ടുള്ള ബ്ലേഡും മറ്റേ ബ്ലേഡിൻ്റെയും കൂടെ ഒരു ക്വാളിറ്റി നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്, കുറച്ചും കൂടെ പ്രീമിയം റബ്ബറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കണക്ക് ഈ ഒരു മെറ്റലിൻ്റെ പോർഷൻ അകത്തിരുന്നാൽ കാണത്തില്ല. അപ്പോൾ ഇത് നല്ല പതിഞ്ഞ് ഗ്ലാസ്സിലങ്ങിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റിയെ ഒരു രീതിയിലും ഈ ഒരു മെറ്റൽ പോർഷൻ വന്ന് ഒബ്സ്ട്രക്ഷൻ, ഒരു വലിയ ഒബ്സ്ട്രക്ഷൻ അല്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ മെറ്റൽ പീസ് ഇങ്ങനെ കാണാൻ പറ്റും അകത്തിരിക്കുമ്പോൾ. ഇതിലങ്ങനെ കാണാൻ പറ്റത്തില്ല. എല്ലാം പതിഞ്ഞ് ഗ്ലാസിൻ്റെ അടിയിൽ, ഈ ബ്ലാക്ക് ഷെയ്ഡ് ഔട്ടിൻ്റെ അടിയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വൈപ്പർ ബ്ലേഡ് എന്ന് പറയുന്നൊരു സാധനം വണ്ടിക്ക് ഉണ്ടെന്ന് പോലും നമുക്ക് അകത്തിരുന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പക്ഷേ അതായിരിക്കാം ഈ ക്ലിയർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടത്തിലൊരു ബാക്കപ്പായിട്ട് വെച്ചേക്കും. സ്റ്റോക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് വാങ്ങിച്ച ഉടൻ തന്നെ ഞാൻ മറ്റേ ബ്ലേഡായിട്ട് മാറ്റിയായിരുന്നു. പക്ഷേ ആ ബ്ലേഡ് എനിക്ക് ഒട്ടും ക്വാളിറ്റി തോന്നിയില്ല. ഇടയ്ക്ക് വെച്ച് TVS കണ്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിരുന്നു, ഇതുപോലത്തെ സെയിം ടൈപ്പ്. അതും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ TVSൻ്റെ അത് യൂസ് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് വളരെ വേസ്റ്റ് പ്രോഡക്റ്റാണ്. ഇത് എന്തിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു F-ലെങ്ങാണ്ട് തുടങ്ങുന്ന ഒരു പേര കണ്ടായിരുന്നു. ഞാനിപ്പോൾ കൃത്യമായിട്ടത് പേര് ഓർക്കുന്നില്ല. ബട്ട്
ഇറ്റ്സ് റിയലി എ മെസ്. ഇത് ഏതാണ്ട് ഒരു 10 വർഷത്തിലേറെ, 10 വർഷമല്ല, ഒരു 10-15 വർഷത്തിലേറെ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. വാങ്ങിച്ചപ്പോഴേ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചതാണ് ഇതൊരു വിഷ്വൽ കണ്ട, ഇതൊരു റിവ്യൂ ആണ്. ശരിക്കും ഇത്രയും വർഷത്തെ യൂസർ എക്സ്പീരിയൻസ് കൊണ്ടുള്ള എൻ്റെ ജെന്യൂനായിട്ടുള്ളൊരു റിവ്യൂ ആണ് ഈ ഒരു വൈപ്പർ ബ്ലേഡ്സിനെ കുറിച്ചുള്ള ഈ ഒരു കൊച്ചു വീഡിയോ. ഞാൻ പറഞ്ഞാൽ എത്രത്തോളം ജെന്യൂൻ ആണെന്നുള്ളത് ഈ ഒരു വൈപ്പർ ബ്ലേഡ്സ്, ഈ പർട്ടിക്കുലർ വൈപ്പർ ബ്ലേഡ്സ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലെങ്കിൽ എത്രത്തോളം ജെന്യൂൻ ആണെന്നുള്ളത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം. എന്നെ മാത്രമല്ല ഈ പ്രോഡക്റ്റിനെയും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം കമൻസ് ആയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയത് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കംപ്ലീറ്റ് പൊടിയടിക്കും. ബാക്കിലായതുകൊണ്ട് പെട്ടെന്ന് പൊടിയടിക്കും. ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോയെന്ന് അറിയാൻ കഴിയുള്ളൂ. ചേഞ്ച് ചെയ്യാനുണ്ടായിരിക്കും. ഈ സെയിം സൈസ് എനിക്ക് കമ്പനിയിൽ തന്നെ കിട്ടുമായിരിക്കും. ഇതും ഈ പീസ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പീസ് ഇവിടെ കൊണ്ടൊരു പ്രസ് ഉണ്ട്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞൂരി എടുക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഇവിടെ വലിയ ബ്ലേഡ് യൂസ് ചെയ്യാമെങ്കിൽ ചെയ്യാം, പക്ഷെ അത് ഉറപ്പായി വരത്തില്ല. വലുതാകുമ്പോൾ പ്രശ്നമാവും, ഇവിടെ കയറി തട്ടാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് സൈസ്. അപ്പോൾ ഇതാണ് ഈ വൈപ്പറിൻ്റെ പ്രത്യേകത. അതിൻ്റെ ആ ഫ്രെയിം കാണാൻ പറ്റത്തില്ല. പിന്നെ വൈപ്പിങ് നല്ല പെർഫെക്റ്റ് ആണ്. അതുപോലെ വൈപ്പർ ബ്ലേഡിൽ ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് തന്നെ, മെറ്റൽ ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ലൈറ്റാണ്. ആ ഹെവിനെസ് കുറയും, അതിനനുസരിച്ചുള്ളൊരു സ്പീഡിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു വൈപ്പിങ്ങിൽ. നമ്മൾ 4 പേരെ ഇരുത്തി ഗോസ്റ്റ് ആക്സിലറേഷനിൽ കയറി വരികയാണ്. ഞാൻ ആക്സിലറേറ്ററൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ എത്തുമ്പോൾ കയറി പോകുമെന്ന് അറിയത്തില്ല. കുറേ നാളായി ഗോസ്റ്റ് ആക്സിലറേഷൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട്.